നമസ്കാരം, ലിജീഷാണ്. അപ്പോൾ ഞാനിന്നേ നമ്മുടെ വാഴാലിക്കാവിലാണുള്ളത്. അപ്പോൾ ഇന്നിവിടെ വേലയാണ്, വാഴാലിക്കാവ് വേല. അപ്പോൾ ഇവിടെ ആനച്ചമയങ്ങളാണ് ഈ കാണുന്നത്. ഞാനും നന്ദേട്ടനും വിനോദ് വെള്ളത്തോളും കൂടിയാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇതോടുകൂടി ഞാൻ ചേർത്ത് വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വാഴാലിക്കാവിൻ്റെ ഉത്സവാശംസകൾ. എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. സന്തോഷം, സ്നേഹം മാത്രം. ഭാരതപ്പുഴ ചെറുതുരുത്തിൽ നിന്ന് ഇത് ചെറുതായിട്ട് തെക്കോട്ടേക്ക് കുറച്ചൊഴുകിയിട്ട് വീണ്ടും പൊന്നാനിക്ക് പോവുകയാണ് ഭാരതപ്പുഴ. അപ്പോൾ ചെറുതുരുത്തിൽ നിന്ന് വീണ്ടും തെക്കോട്ട് കുറച്ച് നേരം ഒഴുകുമ്പോൾ കാണുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് പാഞ്ഞാൾ, തൊഴുവാനൂർ, വാഴാലിക്കാവ്. തൊഴുവാനൂർ പാഞ്ഞാൾ പോണ റൂട്ടിൽ കയറി ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് തൊഴുവാനൂർ. ആ തൊഴുവാനൂർ റൂട്ടിലാണ് ശരിക്കും വാഴാലിക്കാവ് ഉള്ളത്. ഈ വാഴാലിക്കാവ് ഭാരതപ്പുഴയുടെ ശരിക്കും കരയിൽ തന്നെ, തൊട്ടക്കരയിൽ. ഭയങ്കര അത്ഭുതം. ഇത്രയും എന്ത് ഭംഗി അറിയോ വാഴാലിക്കാവ്. വാഴാലിക്കാവ് ഈ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളൊക്കെ കാലിയായിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കംപ്ലീറ്റ്. ഇപ്പോൾ നെല്ല് മുഴുവൻ കഴിഞ്ഞിട്ട് തന്നെ ഇല്ല, നെല്ല് കൊണ്ടുപോയിട്ട് തന്നെ ഇല്ല. ആ സമയത്താണ് ഉത്സവം തുടങ്ങുന്നത്. അത് കൂത്തുമാടം തോൽക്കൂത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ഉത്സവത്തോടനുബന്ധിച്ച് ഏകദേശം ഒരു മാസത്തോളം എല്ലാ ദിവസവും പാവക്കൂത്ത് ഉത്ഭവിച്ചത് തന്നെ ഇവിടെ എന്നാണ് പറയപ്പെടുന്നത്. പാവക്കൂത്തിൻ്റെ അരങ്ങാണത്. അപ്പുറത്ത് തുറന്നു കഴിഞ്ഞാൽ പാവക്കൂത്ത് കാണാം. അപ്പോൾ ഇന്ന് വാഴാലിക്കാവ് ചെലവഴിക്കാൻ തീരുമാനിച്ചു. അതാ കണ്ടോ? അത് ഇവിടുന്നാണ്. അത് തീവണ്ടി കാണില്ല, കണ്ട് ശമ്പളത്തിൽ കാണില്ല. തീവണ്ടി ഷൊർണൂർ, ഏറ്റവും അടുത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. വെള്ളത്തോടകരാണ്. അല്ല, പക്ഷെ നമുക്ക് എപ്പോഴും സ്റ്റേഷൻ കിട്ടുക ഷൊർണൂരാണ്. ഷൊർണൂർ സ്റ്റേഷനാണ്. ഇതാണ് പാവക്കുത്ത് നടക്കുന്ന കൂത്തുമാടം. കൂത്തുമാടത്ത് തുറക്കും വൈകുന്നേരം ആകുമ്പോൾ തുറന്ന് അതിനുള്ള തോൽപ്പാവക്കുത്ത് എന്ന് പറഞ്ഞൊരു കരയുണ്ട്. കാണാത്തവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോൽപ്പാവക്കുത്ത് കാണും. സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതാണ് നേരെ കാണുന്നതാണ് അമ്പലം. നേരെ കാണുന്നതാണ് വാഴാലിക്കാവ്. ഭയങ്കര ശക്തിയുള്ള ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം, പൂരല്ലാത്തൊരു ദിവസം വരണം. പൂരാണ് അവിടെ നിന്ന്. ഈ പാടത്ത് ആന നിരന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. ഞങ്ങളത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ ഫസ്റ്റ് നമ്മളെ മഴവിൽക്കാവടി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്ത് ആ ആൽമരത്തിൻ്റെ, നേരെ കാണുന്ന ആൽമരത്തിൻ്റെ അവിടെ നിന്നാണ് ആ ഫസ്റ്റ് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഒരുപാട് സിനിമകൾ, ദേവാസുരം, ചന്ദ്രോത്സവം, അങ്ങനെ ഒരുപാട് പേരുകൾ ഓർമ്മ കിട്ടുന്നില്ല, ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ മഴ പെയ്ത കാരണം ഇവിടെ കുറച്ച് ചളിയുടെ പ്രശ്നം. ഇല്ലെങ്കിൽ വണ്ടികൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് അപ്പുറത്താണ് വണ്ടി ഇട്ടിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് 7 ആനകളുണ്ട്. പിന്നെ തോൽപ്പാവക്കൂത്ത് വൈകുന്നേരമുണ്ട്. പിന്നെ അതുപോലെ വെടിക്കെട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മഴേൻ്റെ പ്രശ്നം കാരണം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി നന്നായിട്ട് വെടിക്കെട്ടുള്ള സാധനത്തെ പോണ് കൊണ്ടുപോകണോ? ഞങ്ങളോട് പറഞ്ഞാൽ അപ്പം തൊട്ടേ ഇങ്ങനെ കൊണ്ടുപോകണം. വെടിക്കെട്ട് കാണാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ആസ്വദിക്കണല്ലോ. വെടിക്കെട്ടിനോട് താല്പര്യമില്ലാത്ത കാരണം അതിന് നിൽക്കുന്നില്ല. പക്ഷേ ഈ പാടം അതൊന്നൊന്നൊരു പാടാണ്. മകരക്കൊയ്ത്ത് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് ഇപ്പോഴും നെല്ല് പറക്കാൻ വരുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ? ആരും വൈബാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞു. ഇതാണ് വഴി. ഈ വഴി ആനയെടുത്തിട്ട് ഓരോ ആനയായിട്ട് വരുന്നത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ഒരു സൈഡിൽ മലനിരകൾ, ഒരു സൈഡിൽ പുഴ. അത് തന്നെയാണ് ഇതിൻ്റെ വൈബ്. വാഴാലിക്കാവിനെ കുറിച്ച് ഏകദേശം മനസ്സിലായല്ലോ.
ഇനി നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം തിരക്കില്ലാണ്ട് ഒരു ദിവസം വാഴാലിക്കാവ് വരാൻ പറ്റും. വെടിക്കെട്ടിന് കെട്ടാൻ വേണ്ടിയിട്ട് ചൂടി കൊടുത്തിട്ടേക്കണം. ഈ ചൂടിക്കൊരു പ്രത്യേകതയുണ്ട്. കൊയിലാണ്ടി ചൂടി മാത്രമാണ് ഇത്ര ഉപയോഗിക്കുക. കൊയിലാണ്ടി ചൂടി വളരെ ഫേമസ് ആണ്. ഈ കൊയിലാണ്ടി ചൂടി എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് കൂടുതലറിയില്ല. ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൊയിലാണ്ടി ചൂടിയാണ് അത്രേ വെടിക്കെട്ട് കെട്ടാനായിട്ട് ഉപയോഗിക്കുക. അതാണ്.